അനുഗ്രഹിക്കണേ. എല്ലാ വർഷവും ഇതുപോലെ നല്ല പണി തന്ന് കൈ നിറയെ പണവും തന്ന് സഹായിക്കണേ. ഈ പാവപ്പെട്ടവന് കാത്തോളണേ. ഒന്ന് എളുപ്പം കേറ്റടോ. അടുത്ത പെരുന്നാളിന് കൊടി കയറുന്നതിന് മുമ്പെങ്കിലും താഴത്ത് കയറ്റി തീർക്കോ. ആദ്യ സ്റ്റെപ്പ് അപ്പും ആംബിളിഫയറും പോലുള്ള വില പിടിച്ച സാധനം കയറ്റണമെന്ന് ഞാൻ തന്നോട് എത്ര പറഞ്ഞോ. ഒന്ന് തടിയാണെങ്കിൽ ചെയ്യണോ. ഞാനേ ഒരു ചായ കുടിച്ചോണ്ട് വരാം. ഒരു കൈ സഹായിക്കുകയാണെങ്കിൽ നമുക്കിത് വേഗം തീർക്കാം. പോണ വഴിക്ക് ചായ കുടിച്ചാ പോരെ. ഞാൻ ചായ കുടിക്കേണ്ട സമയം തീരുമാനിക്കേണ്ടത് ഞാനാ, അല്ലാതെ താനല്ല. മനസ്സിലായില്ലേ? പറയുന്നത് കേക്കണോ. ഞാൻ ചായ കുടിച്ച് വരുന്നതിന് മുമ്പ് ഇതൊക്കെ കയറ്റിയ തനിക്കുള്ള, അല്ലെങ്കിൽ ഞാൻ എന്റെ പാട്ടിനു. മനസ്സിലായില്ലേ? നോക്കി നിൽക്കാതെ ഒന്ന് ഇറക്കാൻ കൂടി ചന്ദ്ര. ഞാനൊരു ചായ കുടിച്ചിട്ട് വരാം. എന്ത് പണി പറഞ്ഞാലും അവന്റെ ഒടുക്കത്തെ ചായ കുടി. നീ എന്താ ചായ കുടിക്കാൻ വേണ്ടി മാത്രം ജനിച്ചോ? അതെ, കൂലിപ്പണിയെടുക്കാൻ വേറെ ആളെ നോക്കണം. ലോഡിങ് അൺലോഡിങ് ഒന്നും പറ്റില്ലെന്ന് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതാ. പുറത്ത് വയറിങ്ങിന് പോയാലേ എനിക്ക് പോയിന്റിന് ക്യാഷാ. അന്നാ ഞാൻ തരുന്ന കാശല്ലേ. ഒരു കാര്യം പറഞ്ഞേക്കാം, ഇത് തന്റെ സ്ഥാപനമാണെങ്കിലും ഒരുമാതിരി മുതലാളിത്തോട് കാണിച്ചാണ്ടല്ല. പിന്നെ ഒരു പള്ളി പെരുന്നാൾ തന്റെ ബൾബ് കത്തൂല. ആഗോളവൽക്കരണത്തിന്റെ കാലഘട്ടത്തിൽ ഒരുമാതിരി പെറ്റിഭൂഷയെ പോലെ പെരുമാറരുത്. എനിക്കിത് കിട്ടണം. ഇവിടെ ഇപ്പൊ നീ മുതലാളി, ഞാൻ നിന്റെ പണിക്കാരനല്ലേ. മേരിക്കുട്ടിയുടെ അപ്പനോട് അന്നേ ഞാൻ പറഞ്ഞതാണ്, സ്ത്രീധനമായിട്ട് എനിക്ക് ഈ സ്ഥാപനം വേണ്ടെന്ന്. പണിയെടുക്കാത്തൊരു പണിക്കാരനും വേണ്ടാത്ത പണിയെടുത്ത് ഷോക്കടിക്കാൻ ഞാനും. എന്ന് ഇയാളെ പിരിച്ചു അല്ലെങ്കിൽ വേണ്ട, ഇയാളുടെ പണ്ടാണെങ്കിൽ ജോലി ഞാൻ രാജിവെച്ചേക്കണം. ഇതെന്താ ടെസ്റ്റ്? എന്റെ രാജിക്കത്ത് ചന്ദ്ര ഓടോ. ഹൈ വോൾട്ടേജിൽ ഒരു ചായ ഇപ്പൊ തരാം. ഇന്നലത്തെ പള്ളി പെരുന്നാൾ എങ്ങനെ ഉണ്ടായിരുന്നു ചന്ദ്ര? ഓ, സ്ത്രീകൾ പൊതുവെ കുറവായിരുന്നു. രാത്രി നാടകത്തിനാണെങ്കിൽ ലേഡീസ് തീരെ ഇല്ല. അതങ്ങനെ TV സീരിയൽ ഉപേക്ഷിച്ചിട്ട് ഇവറ്റകളൊന്നും പുറത്തിറങ്ങണ്ടേ. ചന്ദ്ര ഇതങ്ങോട്ട് പിടിച്ചേ. എന്തേത്? അപ്പോയിന്റ്മെന്റ് ഓർഡർ. താങ്കൊണ്ട് പുഴുകി തിന്നി. നീ ഇങ്ങനെ നിസ്സാര കാര്യത്തിൽ പിണങ്ങിയാലോ? വേണ്ട, താനൊന്നും പറയണ്ട. തന്റെ കൂടെ ഇനി പണിക്കൂല. ന്യൂട്രോ ഫേസ് തിരിച്ചറിയാത്ത താൻ എല്ലാം കൂടി ഒറ്റക്കങ്ങോട്ട് നടത്ത്. ഒറ്റയ്ക്ക് നടത്താനോ? എടാ, നിനക്ക് അറിഞ്ഞൂടാ, ഞാൻ ഇവിടെ ഫീസ് കുത്തിയ അങ്ങ് ഇടുക്കിയിലെ കറണ്ട് വരെ അടിച്ചു പോകും. ചായ ഇതെന്താ രാവിലെ ലൈറ്റ് സൗണ്ട് തമ്മിൽ അങ്ങോട്ട് ഉടക്കിയ? ഏയ്, ഇതെന്നും പതിവുള്ളതല്ലേ. ഞങ്ങള് പ്രദേശം ദിവാര. ഇവന് കഴിക്കാനായിട്ട് അപ്പോ മോട്ടോറോസ്റ്റും കൂടി. വേണ്ട, ഞാൻ പല്ലിയത്തില്ല. പുട്ടും കടലേ മതി. 2 പപ്പടം വെച്ചേക്ക്, ഒരു ഭംഗി ഇരിക്കട്ടെ. എന്നാ 2 മുട്ടയും വെച്ചേരി, ഭംഗി കുറക്കണ്ട. തോമസ് ചേട്ടാ, ആ കുഞ്ഞൻ തോമസ് ചേട്ടാ 2 പ്രാവശ്യം വന്നിരുന്നു. അവിടുന്ന് ബൂത്തും തുറന്നിട്ടില്ല. എന്താ പ്രശ്നം വല്ലോണ്ടോ? കർത്താവേ, ഇന്ന് അവനെയും കൊണ്ട് തൃപ്രയാറ് പെണ്ണ് കാണാൻ പോകേണ്ട ദിവസാ. അപ്പൊ കഴിഞ്ഞ ആഴ്ച കൊല്ലത്ത് പോയി കണ്ട കാര്യം വേണ്ടാന്ന് വെച്ചോ? പെണ്ണിന് നിറം പോരാന്ന് പറഞ്ഞ് നമ്മുടെ കുഞ്ഞിനത് ഇഷ്ടപ്പെട്ടില്ല. കൊരട്ടി പോയി കണ്ട പെണ്ണിന് മുടി പോരാ, കൊല്ലത്ത് പോയി കണ്ട പെണ്ണിന് നിറം പോരാ, കൊച്ചി പോയി കണ്ട പെണ്ണിന് മണം പോരാ. അവന് പറ്റിയൊരു പെണ്ണുണ്ട്, ഐശ്വര്യ റോയ്. നീ കളിയാക്കിയൊന്നും വേണ്ട. അവന് പറ്റിയ നല്ലൊരു പെണ്ണിനെ ഞാൻ തന്നെ കണ്ടുപിടിച്ചു കൊടുക്കും. എടാ, സിഗരറ്റ് വലിക്കില്ല, ചായ കുടിക്കില്ല, പല്ല് തേക്കാതെ പുട്ടും കടലേം തിന്നില്ല. അവനെ പോലെ സൽസ്വഭാവിയായ ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ കരയിൽ വേറെ ആരാ ഉള്ളത്? അത് ശരിയാ. കൈ നിറയെ നല്ല സമ്പാദ്യം, പോരാത്തിന് ഒറ്റത്തടി. വന്ന പെണ്ണിനെ അവൻ പൊന്നു പോലെ നോക്കും. ഞാനൊന്ന് ചെല്ലട്ടെ, ഇനി വൈകിയ ചീത്തയൊക്കെ അവന്റെ വായിന്നായിരിക്കും. ആ മോനെ ചന്ദ്ര, നീ കടയിൽ തന്നെ കാണണേ. ഒരു പഴവും കൂടി കയറ്റി പറ്റവന്റെ പേരിൽ എഴുതിക്കും. ഓൻ അവിടെ ഇല്ല തോമാ, കിഴക്കെ പോയി കുളിക്കാൻ പോയിരിക്ക. അവൻ ഇവിടുത്തെ പോയ കുളിച്ചാ പോരെ? അവൻ റെഡി ആയിരിക്കും പറഞ്ഞിട്ടില്ലേ ഞാൻ വായ പിടിച്ചു വന്നത്. ഇവിടെ വെളുപ്പിന് ഒരു കുളി കഴിഞ്ഞതാ. അപ്പൊ ഇവിടുത്തെ വെള്ളത്തിന് ചൊറച്ചില്ല, വെളുക്കണില്ല എന്ന് പറഞ്ഞ് അപ്പുറത്ത് പോയി കുളിച്ച്. കുളിയും കഴിഞ്ഞ് ഉടുപ്പും മാറി നിന്നെ നോക്കാൻ കവലെ പോയതാ. ദാബരിന് ഏതോ ഓട്ടോറിക്ഷക്കാര് ചെളി എറിപ്പിച്ചെന്നും പറഞ്ഞ് അടുത്ത കുളിക്ക് കിഴക്കെ പോയാലും പോയി. ഞാൻ നോക്കിട്ടോ എന്റെ മേത്ത് ചെളിയൊന്നും കണ്ടില്ല. അതൊന്നും അല്ലാന്ന് കാര്യം. പെണ്ണ് കാണാൻ പോണ ദിവസം കുറഞ്ഞത് 3 കുളിയെങ്കിലും ഓന്റെ പതിവാ. ഒരു സോപ്പ് മുഴുവനും തീരണം, അതാ ഓന്റെ കണക്ക്. അവന്റെ ഒരു കാര്യം, കുളിപ്പിച്ച് കുഞ്ഞില്ലാണ്ടായി കേട്ടിട്ടുണ്ട്. ഇപ്പൊ കുളിച്ച് കുഞ്ഞില്ലാണ്ടാവോ? കുഞ്ഞാ, എടാ കുഞ്ഞാ, ഭർത്താവ് വല്ല ഒഴുക്കിലും പെട്ടുപോയോ? അല്ലെങ്കിൽ പെണ്ണ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്തോ? എടാ കുഞ്ഞിക്കൂനോ!
ഇവൻ വെറുതെ മനുഷ്യനെ പേടിപ്പിച്ചല്ലോ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ചലച്ചിത്ര ഗാനങ്ങൾ. അടുത്തതായി പ്രേതങ്ങളുടെ താഴ്വര എന്ന ചിത്രത്തിൽ നിന്ന് അത് ഓഫാക്കല്ലേ തോമേട്ടാ. ചലച്ചിത്രം കഴിഞ്ഞ് വാർത്തകളുണ്ട്. പോകുന്ന വഴി വല്ല വണ്ടി തടയലോ ഹർത്താലൊക്കെ ഉണ്ടെങ്കിൽ അറിയാലോ. പെരുമ്പാവൂര് വരെ ഒരു കുഴപ്പമില്ല. നിങ്ങൾ കയറി വരുന്നുണ്ടോ? വയ്യാത്ത കൈയും കാലും വെച്ച് പുഴക്കിടന്ന് നീന്താ. പിന്നെ വയ്യാത്ത കൈയും കാലും നിങ്ങളെക്കാളും സ്ട്രോങ് എന്റെ കൈയും കാലും. നല്ല ഒഴുക്കുള്ള നേരാ. വല്ല അപകടം പറ്റിയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഞാൻ ആദ്യമായിട്ടല്ലേ പുഴയിൽ ഇറങ്ങുന്നേ. ഈ പുഴയ്ക്ക് എന്നെ അറിയാം. എനിക്ക് പുഴയെ അടുത്ത വികലാംഗ കായികമേളയ്ക്ക് എനിക്ക് നീന്തൽ മത്സരത്തിന് പേര് കൊടുക്കണം. കഴിഞ്ഞ പ്രാവശ്യം തവളചാട്ടത്തിന് അപ്പം കഴിക്കും എനിക്കായിരുന്നല്ലോ സമ്മാനം. ഒരു ഒളിമ്പിക്സ് ആണ് എന്റെ ലക്ഷ്യം. ഇതൊക്കെ കെട്ടിച്ചുമന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന എന്തിനാ? മേക്കപ്പ് ഒക്കെ വീട്ടിൽ ചെന്നിട്ട് ആയിക്കൂടെ? കുളി കഴിഞ്ഞാൽ നനവോടെ എന്നെ ഇതൊക്കെ ദേഹത്ത് പറ്റണം. എന്നാലേ വെളുക്കുള്ളൂ. ഭയങ്കര വിലയാ. ദേഹം വെളുത്തില്ലെങ്കിലും നമ്മുടെ കുടുംബം വെളുത്ത് കിട്ടും. കിട്ടുന്ന കാശിന് ഇതുപോലുള്ള സാധനങ്ങൾ മേടിച്ചു കൂട്ടാൻ നിനക്കെന്താ വല്ല കിർക്കുണ്ടോ? അവനവന്റെ സൗന്ദര്യം അവനവൻ തന്നെ സൂക്ഷിക്കണം. അല്ലെങ്കിൽ ഒരു 40 വയസ്സ് ആവുമ്പോഴുണ്ടല്ലോ ഇതുപോലെ കളവന്മാരെ പോലെ ആവും. ഇപ്പോഴേ പുറപ്പെട്ടാലേ ഉച്ചയോടങ്ങെത്തു. പെണ്ണിന്റെ വീട്ടുകാരോട് സ്ത്രീധനൊന്നും വേണ്ടെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടല്ലോ. എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചെറുക്കനൊരു കുറവുമില്ല. മറ്റുള്ളവരെ അപേക്ഷിച്ച് മുതുകിലൊരു മസിന് കൂടുതലുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? ഒരു സൂചന കൊടുത്തിട്ടുണ്ട്. ഏതായാലും നേരിട്ട് കാണാനുള്ളതല്ലേ. എനിക്കൊരു കാര്യത്തിന് മാത്രം നിർബന്ധമുള്ളൂ. ഞാനും പെണ്ണുകൂടി നടന്നു പോകുന്നുണ്ടാ ആരും അയ്യേ എന്ന് പറയാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ പെണ്ണ് ഒറ്റയ്ക്ക് പോകേണ്ടി വരും. നീ നീ നാട്ടുകാരെ കാര്യം വിട്. ഇതെങ്കിലും ഒന്ന് നടന്നു കിട്ടിയാൽ മതിയായിരുന്നു. ഇക്കാര്യം നടക്കുമെന്നാ എന്റെ മനസ്സ് പറയുന്നത്. നടന്നാ നിങ്ങൾക്ക് കൊള്ളാം. ഇല്ലെങ്കിലേ എന്നെ പെണ്ണടിക്കാൻ വേണ്ടി ഇനിയും കൊണ്ടുനടക്കേണ്ടി വരും. ഇല്ലടാ, ഇത് നടക്കും. ഞാൻ മലയാറ്റൂര് നേർച്ച നടന്നിട്ടുണ്ട്. ഇത് നടന്ന നിന്നെയും ചുമന്നുകൊണ്ട് മല കയറിക്കോളാന്ന്. ഞാനെന്താ കുരിശോ എന്നെ ചുമന്നുകൊണ്ട് മല കയറാൻ? തോമട്ട് പോയി ടാക്സി വിളിച്ചെന്താ? ഞാൻ ഒന്നുകൂടി മുങ്ങിട്ട് വന്നാലോ? അയ്യോ, പെണ്ണ് കണ്ടിട്ട് വരാം. ഓ നീ എന്താ കുമ്മായത്തില് മുഞ്ഞിയും കുത്തി വീണ? എനിക്കിതിന് സൗന്ദര്യം കൂടി പോയതിന് ഞാൻ എന്ത് തെറ്റിയതടാ പട്ടി? കൂടിപ്പോയത് സൗന്ദര്യമല്ല, കൂനല്ലേ? ഇത് കൂനല്ല. ജിം എടുത്തപ്പോ മസിൽ വെട്ടി കയറിയതാ. ഇവന്റെ ഒക്കെ വിഷമം കണ്ടു കഴിഞ്ഞാൽ കൂന് ഇവന്റെ അപ്പന്റെ തലയിലാന്ന് തോന്നുന്നു. ഓ ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ ചട്ടുകാലിനാ ശകുനം. ചത്തുകൊള്ളു ഞുണ്ടി. നീ ഇന്ന് വേഗം വന്നേ. വരിയല്ലേ? സമയം എന്തായെന്നറിയോ? എത്രയെങ്കിലും ആവട്ടെ. വേഗം വാ. ഞാൻ പുറയിലിരുന്നോളാം. ഞാനാ മണവാളൻ. പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ട അപ്പൊ തന്നെ കൂട്ടിക്കൊണ്ടിരാലോ. ഒന്ന് തുറന്നേ. സൂക്ഷിച്ച് വലിച്ചു പറിച്ചെടുക്കുവോ ഇതൊക്കെ? പെട്ടോട്ടശായിരുന്നു ഇതിൽ നല്ലത്. വിട്ടോ. അതെ, വേഗം വിട്ടോ. പെണ്ണുങ്ങൾ ആരുടെങ്കിലും കൂടെ പോയാൽ തീർന്നു. അതെ, കുഞ്ഞൻ എവിടെ പോയതാ? ഒരു പെണ്ണിനെ പേടിപ്പിക്കാൻ. പീഡിപ്പിക്കാൻ? പേടിപ്പിക്കാൻ. ഓ, പെണ്ണ് കാണാ. എന്താടാ? ഞാൻ കൂളിംഗ് ഗ്ലാസ് എടുത്തില്ല. ഓ, ഇനി ഒരു കൂളിംഗ് ഗ്ലാസും കൂടി വെക്കാത്ത കുറവേ ഉള്ളൂ. എന്നിട്ട് വേണം അന്ധനാണെന്ന് കൂടി പറയിപ്പിക്കാൻ. അന്ധനോ?